വഴുതനങ്ങ മെഴുക്ക് പുരട്ടി വെക്കാൻ പോവാണ്. വഴുതനങ്ങ അരിഞ്ഞു വെച്ചിട്ടുണ്ടതാ. നമ്മുടെ ഈ കളറുള്ള വഴുതനങ്ങയാണ് കേട്ടോ. ഇതാ ഉണ്ട വഴുതനങ്ങയാണ് കേട്ടോ, പച്ചയല്ല. എന്തിൻ്റെ കളർ? പർപ്പിൾ. എണ്ണ ഒഴിക്കുന്നതിന് മുമ്പ് തീ കത്തിച്ചു കൊടുക്കുക, എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. കടുക്, ജീരകം, നല്ല ജീരകമാണ്. കറിവേപ്പില ഇല്ല, അതുകൊണ്ട് കറിവേപ്പില ഇടുന്നില്ല. മൂടി വെച്ച് കൊടുക്കാം പൊട്ടാതിരിക്കാൻ. ഉള്ളി ഇട്ട് കൊടുക്കാം. മുളക് പൊടി ഇടുന്നില്ല, അതുകൊണ്ട് പച്ചമുളകൊന്നും ഇടുന്നില്ല കേട്ടോ. ഉള്ളി മൂത്ത് വരുമ്പോഴത്തേക്കും മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി എനിക്ക് മസ്റ്റാണ്. കുറച്ച് ചൂടെടുത്തൊന്നുമില്ല, ഞാനിട്ട് ഇളക്കാൻ പോവാം, അല്ല കരിഞ്ഞു പോവും. ഓക്കെ, ഇനി ഇതിട്ടുള്ളൂ. ഉപ്പിട്ട് കൊടുക്കാം, എന്നാലും അതിലൊക്കെ പരളുള്ളൂ. പാകത്തിന് ഉപ്പ് മതി. ഇത് 2 വഴുതനങ്ങയാണ് കേട്ടോ, 2 ഇത്രയുള്ളൊരു വഴുതന. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇതാ മൂടി വെച്ച് കൊടുക്കാം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് പകുതിയാവും കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇതാ ഇന്നലെ മീൻമുട്ട കറി വെച്ച് തന്നിട്ടുണ്ട്. എന്തായി നോക്കാവേ. ഇത് ഫ്രൈ ചെയ്യുന്നതാണ് കേട്ടോ, പക്ഷെ ഫ്രൈ ചെയ്താൽ എനിക്ക് ഇഷ്ടമല്ല, എന്നാന്ന് അറിയത്തില്ല. അതിലും ഭേദം നമ്മൾ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി കഴിക്കണം. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലിടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ തന്നെയാണ് ഫ്രൈ ചെയ്യുമ്പോഴും ഇടുന്നത്. പക്ഷെ ഉള്ളിയൊക്കെ ഇട്ട് ഇങ്ങനെ വഴറ്റി ഒന്ന് ഇതാക്കി എടുക്കുമ്പോഴേ, റോസ്റ്റ് പോലെ ആക്കിയെടുക്കുമ്പോൾ ഒരു രസമാണ്. പാകത്തിനായിട്ടുണ്ട് കേട്ടോ. അതാ